ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ 7 ഡേ ഗ്ലോ അപ്പ് ചലഞ്ചിൻ്റെ 5th ഡേ ആണ്. അപ്പം നമുക്ക് സമയം കളയാതെ വേഗം അതിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ചോറാണ്. ചോറ് അല്ലെങ്കിൽ റൈസ് ഫ്ലോർ, ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് ചോറാട്ടോ. ചോറും കോഫി പൗഡറും പിന്നെ റോസ് വാട്ടർ. കോഫി പൗഡർ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള കോഫി പൗഡർ എടുക്കാൻ നോക്കുക, അല്ലാതെ മറ്റേ കട്ടിയുള്ളത് എടുക്കാതെ നല്ല ഫൈനായിട്ടുള്ളത് എടുക്കുക. പിന്നെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ പലപ്പോഴും വിചാരിച്ചാണ് എല്ലാത്തിലും റോസ് വാട്ടർ എന്താണ് എടുക്കുന്നത്. ഞാൻ റോസ് വാട്ടർ എടുക്കാൻ കാരണം അത് ഒന്ന് നമ്മുടെ മുഖത്തിൽ ഇറിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. പിന്നെ നമ്മുടെ മുഖം ഒന്ന് സ്മൂത്തായിട്ട് വെക്കാൻ സഹായിക്കും. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റോസ് വാട്ടർ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ വാട്ടർ യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ 2 യൂസ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ എടുക്കുന്നുണ്ട്, അതുപോലെ വാട്ടർ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടാലോ എങ്ങനെയാന്ന്. അപ്പോൾ അതാ ഞാനിവിടെ റൈസിൻ്റെ പേസ്റ്റും കോഫിയും കൂടി നല്ലപോലെ മിക്സാക്കി നമ്മുടെ റോസ് വാട്ടറായിട്ട് മിക്സാക്കി വെച്ചേക്കും കേട്ടോ. കാണാം. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പേ നമ്മുടെ ഫേസ് ഒന്ന് സാധാരണ വെള്ളം വെച്ചോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഫേസ് വാഷ് ഇട്ടോ മുഖം എപ്പോഴും കഴുകിയിട്ടേ നമ്മൾ എന്ത് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. എന്നാൽ നമ്മുടെ ഡേർട്ടൊക്കെ ആദ്യമേ പോയിട്ട് വേണം ഇതൊക്കെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും സ്ക്രബാണെങ്കിലും അത് 5-10 മിനിറ്റ് കഴുകിക്കളയുക. ഇല്ലെങ്കിൽ നമുക്കത് ഫേസിന് ഗുണത്തിക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കഴുകിക്കളഞ്ഞിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഒന്ന് ഫ്രഷ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ വെക്കും. പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ നമുക്ക് തരും. അപ്പം എങ്ങനെ ഇതെല്ലാവരെയും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഇടയ്ക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.